Hi students, next is നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഡെസ്ക് കാൽക്കുലേറ്റർ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ സെയിം വേയിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻഷിയേഷൻ ആയിട്ട് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സിനെയും ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സിനെയും കമ്പ്യൂട്ടേഷൻ ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് ഓൾറെഡി ഒരു ഗ്രാമർ തന്നിട്ടുണ്ടാവും, ആ ഗ്രാമർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെമാൻറ്റിക് റൂളും ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ദ വാല്യൂ വിച്ച് വി ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം ദി ചൈൽഡ് നോഡ് അല്ലെങ്കിൽ ചിൽഡ്രൻ നോഡിൽ നിന്ന് കിട്ടുന്ന വാല്യൂസിന് പാരന്റിന് കിട്ടുന്നു. എന്നിട്ട് നമ്മൾ അതിനെ ട്രവേഴ്സ് ചെയ്ത് കമ്പ്യൂട്ട് ചെയ്തിട്ട് നമ്മളൊരു ഇൻപുട്ട് സ്ട്രിങ്ങിലേക്ക് എങ്ങനെയാണ് ആ ഇൻപുട്ട് സ്ട്രിങ്ങിനെ കമ്പ്യൂട്ട് ചെയ്ത് കിട്ടുന്നത് എന്നുള്ളതാണ് ഒരു സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന്റെ വാല്യൂസ് കിട്ടുന്നത് ചൈൽഡ് നോഡിൽ നിന്നായിരിക്കും. ഇൻ ദിസ് കേസ് നമുക്ക് തന്നിരിക്കുന്ന S gives E gives E1 plus T, E gives T gives T star of, T gives F gives digit എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെമാൻറ്റിക് റൂൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രം ദി സ്റ്റാർട്ട് നമുക്ക് എങ്ങനെയാണ് S gives E ആണ്. S gives E എന്ന് പറയുന്നത് S gives ഇന്റെ നമ്മൾ ഈ ആട്രിബ്യൂട്ട് വാല്യൂ ഈസ് നത്തിങ് ബട്ട് E dot വാല്യൂ. സോ E dot വാല്യൂ എന്ന് എഴുതിയിരിക്കുന്നു. E dot വാല്യൂവിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട നമുക്ക് ഇൻപുട്ട് സ്ട്രിങ് എന്ന് പറയുന്നത് 4 star 5 plus 6 എന്നാണ്. സോ 4 star 5. സോ നമുക്ക് E gives എന്ത് കിട്ടണം, E1 plus T എന്ന് കിട്ടണം. കാരണം 5 plus 6 ആണ് നമുക്ക് ലാസ്റ്റ് വരുന്നത്. നമ്മൾ ട്രവേഴ്സ് ചെയ്ത് അവസാനം വരുന്നത് ഫ്രം ടോപ്പ് ടു ഡൗൺ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് ട്രവേഴ്സ് ചെയ്യുകയാണ് നമ്മൾ. അങ്ങനെയാണ് നമ്മളുടെ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നത്. ഓക്കെ, E gives E plus T. ഇന്റെ വാല്യൂ എന്ന് പറയുന്നത് E dot വാല്യൂ പ്ലസ് T dot വാല്യൂ. ദെൻ E gives T gives T star of, T star of. അതിന്റെ എല്ലാം ആട്രിബ്യൂട്ടഡ് വാല്യൂസിനെ ഓരോ നോഡിലെയും കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക. T gives F gives digit. ഓക്കെ, അപ്പോൾ ഡിജിറ്റ് എന്താണ്? ഡിജിറ്റ് ലെക്സിക്കൽ വാല്യൂ, ലെക്സിക്കൽ അനലൈസറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് വാല്യൂ ആയിരിക്കുന്നത് ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് 4 ആണ് നമ്മളെ ഡിജിറ്റ് ഡോട്ട് ലെക്സ് വാല്യൂയിലുള്ളത്. ആ ഡിജിറ്റ് ഡോട്ട് ലെക്സ് വാല്യൂ എന്ന് പറയുന്നതിന് എന്തായിട്ടാണ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്? T gives F എന്ന് പറയുന്നത്. T gives F എന്ന് പറയുന്നതിലേക്ക് റെഡ്യൂസ് ചെയ്തിരിക്കുന്നു. അപ്പം F ഡിജിറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു F. സോ എഫിലേക്ക് നമുക്ക് ആദ്യം വരുന്ന വാല്യൂ എന്ന് പറയുന്നത് F4 ആണ്. 4ൽ നിന്ന് കിട്ടുന്ന വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ടിയിലേക്കാണ്. സോ T dot വാല്യൂ ഈക്വൽ ടു 4. സോ ഇതെല്ലാം നമ്മൾ ചൈൽഡ് നോഡിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഒബ്വിയസ്ലി വി ആർ കോളിംഗ് ഇറ്റ് ആസ് എ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്. സോ ദെൻ F gives T dot വാല്യൂയിലേക്ക് 4 എന്ന് പറയുന്ന വാല്യൂ എത്തി. ദെൻ വാട്ട് ഈസ് അടുത്ത റിഡക്ഷൻ എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? 4 star 5 ആണ്. സോ 4ലേക്ക് എത്തി, സ്റ്റാർ ദെൻ 5 എന്ന് പറയുന്നത് നമുക്ക് കിട്ടണം. 4 star 5 കിട്ടണം. T gives T star F ആണ്. F എന്ന് പറയുന്നത് എന്താണ്? F എന്ന് പറയുന്നതിന് നമ്മൾ ഡിജിറ്റ് ഡോട്ട് വാല്യൂയിലേക്കാണ് പിന്നെ വരുന്നത്. സോ നെക്സ്റ്റ് ഡിജിറ്റ് ഡോട്ട് ലെക്സിക്കൽ വാല്യൂ അടുത്ത സ്റ്റാറിനെ നമ്മൾ ട്രവേഴ്സ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത വാല്യൂ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് 5 ആണ്. സോ ഡിജിറ്റ് ഡോട്ട് ലെക്സിക്കൽ വാല്യൂയിലേക്ക് ഇവിടെ 5 എത്തി. 5നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? 5നെ റെഡ്യൂസ് ചെയ്യുമ്പോൾ F ഡോട്ട് വാല്യൂയിലേക്ക് 5 വരുന്നു. കാരണം ഡിജിറ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ടു F ആണ്. സോ F ഡോട്ട് വാല്യൂ എന്ന് പറയുന്നതിലേക്ക് 5 വന്നു. 5നെ നമ്മൾ എന്ത് ചെയ്യും? T dot വാല്യൂയിലേക്ക്. T dot വാല്യൂ ഇസ് നത്തിങ് ബട്ട് എന്താണ്? T1 star F ആണ്. അപ്പോൾ T1 എന്ന് പറയുന്നത് 4 star F dot വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ F എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് എന്താണ്? 5 ആണ്. സോ 4 star 5 ഇസ് നത്തിങ് ബട്ട് 20 എന്ന് പറയുന്നത് T dot വാല്യൂ എന്ന് പറയുന്നത് ഈ നോഡിൽ എത്തുന്നു. ദെൻ വാട്ട്? T dot വാല്യൂ T ക്യാൻ ബി റെഡ്യൂസ്ഡ് ഇൻ ടു T. gives T ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആക്ഷൻ എന്ന് പറയുന്നത് E dot വാല്യൂ ഈക്വൽ ടു T dot വാല്യൂ. ഓക്കെ, ദെൻ E dot വാല്യൂ ഈക്വൽ ടു 20. E dot വാല്യൂവിന് ഇവിടെ 20 ആയിരിക്കുന്നു. ദെൻ നമുക്ക് വരുന്ന 20 ആണ്. നമ്മൾ ഇവിടെ എത്തി 20 പ്ലസ് എത്തി. അതായത് 4 into 4 star 5 പ്ലസ് ഇനി നമുക്ക് കിട്ടേണ്ടത് 6 ആണ്. അടുത്ത ലെക്സിക്കൽ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. അതെന്ന് പറയുന്നത് E gives E plus T ആണ്. ടിയിൽ നിന്ന് നമുക്ക് ഡിജിറ്റിലേക്ക് T gives എന്താണ്? F ആണ്. F gives ഡിജിറ്റ് ആണ്. അടുത്ത കറസ്പോണ്ടിങ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ആണ്. 6ന് നമ്മൾ റെഡ്യൂസ് ചെയ്ത് Fലേക്ക് കൊടുത്തു. സോ F ഡോട്ട് വാല്യൂ ഈക്വൽ ടു ഇവിടെ കറസ്പോണ്ടിങ് ആക്ഷൻ എന്താണ്? അവിടുത്തെ ഗ്രാമർ സിമ്പിൾ എന്ന് നോക്കുക, അതിന്റെ കറസ്പോണ്ടിങ് റൂൾ എന്താണെന്ന് നോക്കുക. സോ F ഡോട്ട് വാല്യൂയിലേക്ക് 6 എത്തി. ദെൻ T ഡോട്ട് വാല്യൂയിലേക്ക്, കാരണം F ഈസ് റെഡ്യൂസ്ഡ് ടു T. സോ T ഡോട്ട് വാല്യൂ Fന്റെ വാല്യൂ T ഡോട്ട് വാല്യൂയിലേക്ക് എത്തുന്നു. സോ 20 എന്ന് പറയുന്നത് എന്താണ്? E ഡോട്ട് വാല്യൂവിൽ കിട്ടിയ 20 പ്ലസ് T ഡോട്ട് വാല്യൂവിൽ കിട്ടിയ 6. അതാണ് E ഡോട്ട് വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? E gives E1 plus T. E1 is nothing but 20 plus
ടി ഡോട്ട് വാല്യൂയിലേക്ക് നമുക്ക് ഇരിക്കുന്ന കറസ്പോണ്ടിങ് 6. സോ ഇ ഡോട്ട് വാല്യൂ ഈക്വൽ ടു 6. അപ്പം ഇങ്ങനെയാണ് സിന്തസൈസ്ഡ്. സോ 26 ഇസ് ദ ആൻസർ. സോ ഇങ്ങനെയാണ് നമ്മളൊരു സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. സോ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ ഓൾറെഡി ഡെസ്ക് കാൽക്കുലേറ്റർ 2 അപ്രോച്ച് വെച്ച് ഡിസ്കസ് ചെയ്തതാണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടുകളെ നമ്മൾ എങ്ങനെ കമ്പ്യൂട്ടേഷൻ ചെയ്യാന്നുള്ളതാണ്. ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ പാരന്റ് നോഡിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, വാല്യൂസ് കിട്ടുന്നത്, അല്ലെങ്കിൽ സിബ്ലിങ്ങിൽ നിന്ന്. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാമർ ഇതാണ്, അതിൻ്റെ റൂൾ ഇതാണ്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന ഡി ഗിവ്സ് ടി എൽ എന്ന് പറയുന്നതിലേക്ക് എൽ ഡോട്ട് ഇൻ ഈക്വൽ ടു ടി ഡോട്ട് ടൈപ്പ് ആണ് അതിൻ്റെ കറസ്പോണ്ടിങ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ടി ഗിവ്സ് ഇൻറ്റ് ടി ഡോട്ട് ടൈപ്പ് ഈക്വൽ ടു ഇൻറ്റ് ടൈപ്പ്. അതായത് നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്തിരുന്ന ഡോട്ട് വാല്യൂ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടിനെ മാത്രമാണ് ഉണ്ടായിരുന്നത്. സോ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സുകൾ ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ ഇവിടെ ഉള്ള ആട്രിബ്യൂട്ടാണ് ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്, ഇവിടെ ഇൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അപ്പോൾ സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് അത്. സോ ദെൻ ടി ഗീസ് ഫ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ ടി ഡോട്ട് ഐ ബി ഈക്വൽ ടു ഫ്ലോട്ട് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് റൂൾ എന്ന് പറയുന്നത്. സോ ദിസ് ആർ ദി റൂൾ ആൻഡ് ദിസ് ആർ ദി ഗ്രാമർ. ഇവിടെ ഈ ഒരു കേസിൽ നമ്മളൊരു ഒരു ഫംഗ്ഷൻ ഇവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് നമ്മളൊരു സിമ്പിൾ ടേബിളിലേക്ക് വാല്യൂസിനെ എൻ്റർ ചെയ്യുമ്പം എന്തായിരിക്കണം, എങ്ങനെയാണ് ആ ഫംഗ്ഷൻ അവിടെ പെർഫോം ചെയ്യാന്നുള്ളതാണ്. നോ നീഡ് ടു ബോദർ അബൌട്ട് മോർ അബൌട്ട് ദാറ്റ്. സോ എന്താണ് അവിടെ കറസ്പോണ്ടിങ് ഐ ഡി എന്ന് പറയുന്നതിൻ്റെ എൻട്രി എന്ന് പറയുന്നത്, അതായത് ഐ ഡി എന്താണെന്നുള്ളത് എൽ ഡോട്ട് ഇൻ ആയിരിക്കണം. അപ്പോൾ എൽ ഡോട്ട് ഇൻ എന്ന് പറയുമ്പോൾ ടി ഡോട്ട് ടൈപ്പ് ആണ്. അപ്പോൾ ടി ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് അതായത് കറസ്പോണ്ടിങ് ഐഡന്റിഫയറിന്റെ ടൈപ്പ് എന്താണെന്ന് പറയുന്ന ഒരു ടൈപ്പ്, ഒരു ഫംഗ്ഷൻ പോലെയാണ് ഈ ലാസ്റ്റ് സെക്കൻഡിൽ 2 ഫങ്ഷൻസിന് കൊടുത്തിട്ടുള്ളത്. സോ അത്ര ഒന്നും ബോധേഡ് ആവേണ്ട കാര്യമില്ല. സോ എങ്ങനെയാണ് ഒരു ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടുള്ള വാല്യൂസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നത്, പാരന്റ് നോഡിൽ നിന്ന് കിട്ടുന്നത്, സിബ്ലിങ്ങിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് ഈ ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് കേസ് ഈസ് ഡി ഗിവ്സ് ടി എൽ ആണ്. ഫ്രം ദി സ്റ്റാർട്ടിംഗ് സിമ്പിൾ ഡി ഗിവ്സ് ടി എൽ, ഡി ഓർ ഡി ആണ്. ഡി ഗിവ്സ് ടി എൽ എന്ന് കൊടുത്തിരിക്കുന്നു. സോ ഡി ഗിവ്സ് ടി എൽ എന്ന് കൊടുക്കുമ്പോൾ എന്താണ് ടി എൽ, ടി എന്ന് പറയുന്നത് എന്താണ്, ടി ഗിവ്സ് ഇൻറ്റ് ആണ്. ടി ഗിവ്സ് ഇൻറ്റ് ആണെങ്കിൽ ടി ഡോട്ട് ടൈപ്പ് ടി ഗിവ്സ് എന്ന് പറയുന്നത് ഇൻറ്റീജർ എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ ട്രവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യുന്ന ഇൻപുട്ട് സ്ട്രിങ് എന്ന് പറയുന്നത് ഇൻറ്റീജർ A,C ആണ്. ഓക്കെ, ഇൻറ്റ് A,C, A,C എന്ന് പറയുന്ന 2 ഐഡന്റിഫയേഴ്സും അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റ് ആണെന്നാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻറ്റ് എന്ന് പറയുന്നതാണ്. കാരണം ടി തരുന്നത് ടി ഗിവ്സ് ഇൻറ്റ് ആണ്. സോ ടി എന്ന് പറയുന്നത് ഇൻറ്റ് ആണ്. അപ്പം ഇൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്ത് ടിയിലേക്ക് എത്താം. ഓക്കെ, അപ്പം ഉള്ള കറസ്പോണ്ടിങ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ടി ഡോട്ട് ടൈപ്പ് ഈക്വൽ ടു ഇൻറ്റ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്, വാല്യൂ ഒബ്റ്റെയിൻ ഫ്രം ചൈൽഡ് നോഡ് ഇസ് നത്തിങ് ബട്ട് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആണ് അല്ലേ. ചൈൽഡ് നോഡിൽ നിന്ന് ഇൻറ്റ് എന്ന് പറയുന്നതിനെ പാരന്റ് നോഡിലേക്ക് കിട്ടി. സോ ടി ഡോട്ട് ടൈപ്പ് ഈക്വൽ ടു ഇൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ ടീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ ഡി ഈക്വൽ ടു ടി ഇട്ടി. ഇനി എൽ എന്താണ്, എൽ എന്ന് പറയുന്നത് എൽ ഡോട്ട് ഇൻ ഈക്വൽ ടു ടി ഡോട്ട് ടൈപ്പ് എന്ന് ഓൾറെഡി നമുക്കൊരു റൂൾ ഉണ്ട്, എൽ ഡോട്ട് ഇൻ. അപ്പോൾ ഇവിടുത്തെ എൽ ഡോട്ട് ഇൻ ഈക്വൽ ടു ടി ഡോട്ട് ടൈപ്പ്. ഈ ടി ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് എല്ലിൻ്റെ ഒരു സിബ്ലിംഗ് ആണ്. ഇത് പാരന്റ് നോഡ്, ഇത് രണ്ടും ചൈൽഡ് നോഡ്. അപ്പം ഇതിൻ്റെ സിബ്ലിംഗ് ആണ് ദിസ് നോഡ് എന്ന് പറയുന്നത്. സോ ടി ഡോട്ട് ടൈപ്പുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റ്. സോ എൽ ഡോട്ട് എന്നിലേക്ക് എന്ത് വരും, ഇൻറ്റ് വരും. ഇൻറ്റ് എന്ന് പറയുന്നത് ടി ഡോട്ട് ടൈപ്പ് എന്താണോ അതാണ് ഇൻറ്റ്. സോ ദിസ് വാല്യൂ ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദിസ് സിബ്ലിംഗ്. സോ ദിസ് ഈസ് വൺ ഓഫ് ദി എക്സാമ്പിൾ ഫോർ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്. ഓക്കെ, സോ ഇൻറ്റിലേക്ക് കിട്ടി. അപ്പോൾ എൽ ഡോട്ട് ഇൻ എന്ന് പറയുന്നത് ഇൻറ്റ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി എൽ ഡോട്ട് ഇൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ എൽ എന്ന് പറയുന്ന ഈ നോഡിന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇനി കിട്ടേണ്ടത് ഇൻറ്റീജർ കിട്ടി, എയും സിയും കിട്ടണം. AC ഈസ് നത്തിങ് ബട്ട് ഐഡന്റിഫയർ എന്ന് പറയുന്നത് കിട്ടണം. ഐഡന്റിഫയർ എന്ന് പറയുന്നത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ 2 ഗ്രാമർ സിമ്പിൾസിലാണ് നമുക്ക് ID എന്ന് പറയുന്നത് ഉള്ളത്. സോ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കണം അടുത്ത പ്രൊഡക്ഷൻ എഴുതേണ്ടത്. സോ എൽ ഡോട്ട് ഇൻ എന്ന് പറയുന്നത് ഗിവ്സ് L1, ID, L,ID. ഓക്കെ, ഇത് ഐഡന്റിഫയർ ആണ്. നമ്മളിവിടെ കറസ്പോണ്ടിങ് ഡയറക്റ്റ് ആയിട്ട് അതിന് വാല്യൂ എഴുതിയെന്നുള്ളൂ, ID ആണത്. ഓക്കെ, അപ്പം L, അല്ലെങ്കിൽ L1, ID എന്ന് പറയുന്നതാണ് നമുക്ക് എഴുതുക. അപ്പം ഒരു ഐഡന്റിഫയറിനെ കിട്ടി. ഓക്കെ, ഇനി വീണ്ടും എന്താണ്, എൽ ഡോട്ട് നമുക്ക് 2 ഐഡന്റിഫയറിന് വേണം. വീണ്ടും നമുക്ക് എന്തുണ്ട്, എൽ ഗീവ്സ് ID എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ എൽ ഗീവ്സ് ID എന്ന് പറയുന്നത് വീണ്ടും എഴുതി A.
ഓക്കെ. അടുത്ത കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻറ്റ് എന്ന് പറയുന്നതിന് ഓൾറെഡി നമ്മൾ സ്കാൻ ചെയ്തു. അടുത്ത കറസ്പോണ്ടിങ് ഐഡന്റിഫയർ എന്ന് പറയുന്നത് എ ആണ്, പിന്നെ വരുന്നത് കോമയാണ്, പിന്നെ വരുന്നത് സി ആണ്. സോ എങ്ങനെയാണ് ഒരു ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്, അതായത് പാരന്റ് നോഡിൽ നിന്ന് വാല്യൂസ് കിട്ടിയിട്ട് നമുക്ക് എയിലെത്തി, കോമയിലെത്തി, സിയിലെത്തി, അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഇൻറ്റ്. അപ്പം ഇൻറ്റ് എ കോമ സി എന്ന് പറയുന്നത് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ്. ഓക്കെ. അതായത് നമുക്ക് എൽ ഡോട്ട് ഇന്നിലേക്ക് ഇൻറ്റ് എന്ന് പറയുന്നത് സിബ്ലിങ്ങിൽ നിന്ന് കിട്ടി. പിന്നെ എല്ലിന് നമ്മൾ എല്ലിന്റെ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് എഴുതുകയാണ് എൽ ഗിവ്സ് L1, L1, ID എന്ന് എഴുതി. സോ ഒരു ഐഡന്റിഫയർ കിട്ടി. രണ്ടാമത്തെ ഐഡന്റിഫയർ വീണ്ടും കിട്ടണം. അപ്പം എൽ എന്ന് പറയുന്നതിനെ വീണ്ടും ID എന്ന് എഴുതി. ഇവിടെ ഐഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇൻറ്റിന് ഓൾറെഡി കിട്ടി. ഇനി അടുത്തത് എ ആയിരിക്കും. സോ എ കിട്ടി. അപ്പം ഈ ഒരു എൽ എന്ന് പറയുന്നതിന്റെ സ്ഥലത്ത് എന്താണ് വരുന്നത്, എൽ ഡോട്ട് ഇൻ എന്ന് പറയുന്നതിന്റെ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ നമ്മൾ എഴുതും. അതിന് കറസ്പോണ്ടിങ് റൂൾ എന്ന് പറയുന്നത് L1 ഡോട്ട് ഇൻ ഈക്വൽ ടു L1 ഡോട്ട് ഇൻ എന്നാണ്. ഓക്കെ. അല്ലെങ്കിൽ എൽ ഡോട്ട് ഇൻ എന്നാണ്. എൽ ഡോട്ട് ഇൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻറ്റ് ആണ്. അതായത് പാരന്റിൽ നിന്ന് ഇതിലേക്ക് വാല്യൂ കിട്ടും. ദിസ് ഇസ് നത്തിങ് ബട്ട് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടുകളുടെ എക്സാമ്പിൾ ആണ്. ഓക്കെ. ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ് വഴി എങ്ങനെയാണ് നമ്മൾ ഒരു ട്രവേഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ L1 ഡോട്ട് ഇൻ അതിന്റെ കറസ്പോണ്ടിങ് നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ എഴുതിയിട്ട് അതിന്റെ കറസ്പോണ്ടിങ് റൂൾ എന്ന് പറയുന്നത് L1 ഡോട്ട് ഇൻ ഈക്വൽ ടു എൽ ഡോട്ട് ഇൻ. എൽ ഡോട്ട് ഇൻ എന്ന് പറയുന്നത് ഇൻറ്റ് ആണ്. L1 ഡോട്ട് ഇന്നിലേക്ക് ഇൻറ്റ് ഡയറക്ട്ലി വന്നു ഈ റൂൾ അനുസരിച്ച്. സോ പാരന്റ് നോഡിൽ നിന്ന് നമുക്ക് കിട്ടി. ഓക്കെ. സോ എ ആയി ഇവിടെ. അപ്പോൾ ഇൻറ്റ് ആയി, ഇൻറ്റ് എ ആയി, കോമ, ദെൻ ഐഡന്റിഫയർ. അടുത്ത ഐഡന്റിഫയർ എന്ന് പറയുന്നത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ, കോമനെയും ട്രവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് സി ആണ്. സോ സി. സോ ഇത് രണ്ടും ഇങ്ങോട്ട് വരും. ഡി ഈക്വൽ ടു ഇൻറ്റ് എ കോമ സി എന്ന് പറയുന്നത് നമുക്ക് ട്രവേഴ്സ് ചെയ്ത് കിട്ടും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ്.